പന്തളം കൊട്ടാരത്തിൽ നിന്നും ഇന്നലെ ഉച്ചയോടെ ആരംഭിച്ച തിരുവാഭരണ ഘോഷയാത്ര രണ്ടാം ദിവസത്തെ യാത്ര തുടരുകയാണ്. പുലർച്ചെ അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര പ്രയാർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. വിവിധ കേന്ദ്രങ്ങൾ സ്വീകരണം ഏറ്റുവാങ്ങി. ഇന്നത്തെ യാത്ര ലാഹ സത്രത്തിൽ സമാപിക്കും. നാളെ ഘോഷയാത്ര ശബരിമല സന്നിധാനത്ത് എത്തും. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, കാനനപാതകളും എല്ലാം താണ്ടിയാണ് തിരുവാഭരണ ഘോഷയാത്ര നാളെ സന്ധ്യയോടെ സന്നിധാനത്ത് എത്തുന്നത്. തിരുവാഭരണം ചാർത്തിക്കഴിഞ്ഞ് ദീപാരാധന കഴിഞ്ഞാൽ പൊന്നമ്പലമേട്ടിൽ അയ്യൻ്റെ മകരവിളക്ക് തെളിയും. ആ തിരുവാഭരണ ഘോഷയാത്ര രണ്ടാം ദിവസം അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ നിന്നും രാവിലെ യാത്ര ആരംഭിച്ചു. ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര എവിടെ എത്തിയിരിക്കുന്നു? കൂടുതൽ വിവരങ്ങൾ ഗോകുൽ രമേശ്. വിനോദ്, നിലവിൽ രണ്ടാമത്തെ ദിവസത്തെ യാത്ര അയിരൂർ പുതിയകാവിൽ നിന്ന് ആരംഭിച്ച് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വടശ്ശേരിക്കരയിലുള്ള ക്ഷേത്രത്തിലും അതിനുശേഷം പ്രയാർ മഹാവിഷ്ണു ക്ഷേത്രത്തിലും തിരുവാഭരണ ഘോഷയാത്ര വിശ്രമിച്ചു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വരെ പെരുന്നാടേക്കാണ് നിലവിൽ തിരുവാഭരണ ഘോഷയാത്ര പോകുന്നത്. വലിയ ഭക്തജന സാന്നിധ്യത്തിൽ തന്നെയാണ് തിരുവാഭരണ ഘോഷയാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കടന്നു പോകുന്ന ഓരോ വഴികളിലും തിരുവാഭരണ ഘോഷയാത്ര കടന്നു പോകുന്ന ഓരോ വഴികളിലും ഭക്തജനങ്ങൾ ഇതിനെ കണ്ടു തൊഴുന്നതിന് വേണ്ടിയിട്ട് അണിനിരന്നിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം ഇത് ഇന്ന് രണ്ട് കേന്ദ്രങ്ങളിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വടശ്ശേരിക്കരയിലും ഒപ്പം പ്രയാറിലും. വടശ്ശേരിക്കരയിൽ തിരുവാഭരണം തുറന്ന് ഭക്തർക്ക് ദർശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്തൊക്കെ തന്നെ ഒരുപാട് ഭക്തജനങ്ങൾ, അതെങ്കിൽ പുലർച്ചെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ആയിരക്കണക്കിന് ഭക്തർ ഈ തിരുവാഭരണം കണ്ടു തൊഴുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രയാർ ക്ഷേത്രത്തിലും അതുപോലെ തന്നെയായിരുന്നു. എന്തായാലും ഇത് കടന്നു പോകുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ ഭക്തർ ഭക്ത്യാദരപൂർവ്വം ശരണം വിളികളോടുകൂടി തിരുവാഭരണ ഘോഷയാത്രയെ വരവേൽക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. പറയൊരുക്കിയൊക്കെയുമാണ് ഭക്തർ സ്വീകരിക്കുന്നത്. കടന്നു പോകുന്ന പാതകളിലെല്ലാം തന്നെ പാതകൾക്ക് ഇരുവശവും ഭക്തർ ഇതിന് പറയർപ്പിച്ചുകൊണ്ട് ഈ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരണം ചെയ്യുകയാണ്. എന്തായാലും ഇന്നത്തെ യാത്ര വൈകുന്നേരം ലാഹയിലാണ് സമാപിക്കുന്നത്. ലാഹ സത്രത്തിലാണ് ഇന്ന് തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് വിശ്രമമുള്ളത്. അതിനുശേഷം നാളെ പുലർച്ചെ 2 മണിക്ക് യാത്ര വീണ്ടും ആരംഭിക്കും. നാളെ തിരുവാഭരണ ഘോഷയാത്ര ശബരിമലയിൽ എത്തിച്ചേരും. നാളെ വൈകിട്ട് 5 മണിയോടുകൂടി ശരംകുത്തിയിൽ വെച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് ആചാരപരമായിട്ട് സ്വീകരണം നൽകി തിരുവാഭരണ ഘോഷയാത്രയെ സന്നിധാനത്തേക്ക് ആനയിക്കും. തുടർന്ന് 18ാം പടി കയറി ഈ തിരുവാഭരണ ഘോഷയാത്രയിലെ 1ാമത്തെ പേടകം അത് മാത്രം സോപാനപ്പടിയിലൂടെ ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോകും. തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങി അയ്യപ്പന് ആ തിരുവാഭരണങ്ങൾ ചാർത്തി ദീപാരാധനയാണ്, നടയടച്ച് ദീപാരാധനയാണ്. തുടർന്ന് നട തുറക്കുന്ന വേളയിൽ തന്നെയാണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നത്. ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുന്ന മകരജ്യോതി ദർശനം ആ സമയത്താണ്. നാളെ തിരുവാഭരണ ഘോഷയാത്ര ശബരിമലയിൽ എത്തുന്ന ആ സമയത്ത് തന്നെയാണ് മകരജ്യോതി ദർശനവും ഉണ്ടാവുക. ഒപ്പം മറ്റു 2 പേടകങ്ങൾ, 1ാമത്തെ പേടകം മാത്രമാണ് ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നത്. മറ്റു 2 പേടകങ്ങളും മണിമണ്ഡപത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ശബരിമലയിൽ മകരവിളക്കിന് ശേഷമുള്ള ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള സാമഗ്രികളാണ് ആ 2-3 പേടകങ്ങളിലുള്ളത്. 2ാമത്തെ പേടകത്തിൽ പൂജാപാത്രങ്ങളും വെള്ളി കെട്ടിയ ശംഖുമൊക്കെ ഉൾപ്പെടെയാണ് 2ാമത്തെ പേടകത്തിലുള്ളത്. 3ാമത്തെ പേടകത്തിൽ കൊടിക്കൂറകളാണ്, അതായത് മാളികപ്പുറത്ത് നിന്നും മൺമണ്ഡപത്തിൽ നിന്നുമുള്ള എഴുന്നള്ളിപ്പിന് വേണ്ടിയിട്ടുള്ള കൂറകളാണ് 3ാമത്തെ പേടകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ 3 പേടകങ്ങളാണ് തിരുവാഭരണ ഘോഷയാത്രയായി ശബരിമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം മരുതുവന ശിവൻകുട്ടി, അദ്ദേഹമാണ് ഇതിൻ്റെ ഗുരുസ്വാമിയായിട്ട് ഈ 1ാമത്തെ പേടകം ശിരസിലേറ്റിയിരിക്കുന്നത്. ഒപ്പം രാജപ്രതിനിധിയായിട്ട് പുണർദന്നാൾ നാരായണവർമ്മ, അദ്ദേഹം രാജപ്രതിനിധിയായിട്ട് ഇതിന് മുൻപിൽ ഉടവാളുമായിട്ട് ആചാരപരമായിട്ടുള്ള ഉടവാളും കയ്യിലേന്തിക്കൊണ്ട് അദ്ദേഹവും ഈ തിരുവാഭരണ ഘോഷയാത്രയെ നയിക്കുകയാണ്. അങ്ങനെ ആചാരമായിട്ടുള്ള ചടങ്ങുകളോട് ഘോഷയാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ യാത്ര ഇപ്പോൾ പെരുന്നാട് ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ന് വൈകിട്ട് സത്രത്തിലെത്തുന്നതോടുകൂടി ഇന്നത്തെ യാത്ര ആരംഭിക്കും. ഇന്നലെയാണ് പന്തളം ശ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ നിന്നും തിരുവാഭരണ ഘോഷയാത്ര ആരംഭിച്ചത്. ഇന്ന് നാളെ വൈകിട്ട് അവിടെ എത്തി അയ്യപ്പന് തിരുവാഭരണങ്ങൾ ചാർത്തും. 19 വരെയുള്ള ദിവസങ്ങളിൽ തീർത്ഥാടകർക്ക് ശബരിമല അയ്യപ്പനെ ഈ തിരുവാഭരണങ്ങൾ ചാർത്തിക്കൊണ്ടുള്ള രൂപം തന്നെ ദൃശ്യമാവുകയും ചെയ്യും. എന്തായാലും അതിനുശേഷം 20-ന് ഈ രാജപ്രതിനിധി അയ്യപ്പനോട് യാത്ര ചോദിച്ച്
ആരംഭിച്ച് മല ഇറങ്ങുന്നത് വരെയുള്ള ദിവസങ്ങളിൽ തിരുവാഭരണങ്ങൾ അവിടെ ഉണ്ടാകും. ആ തിരുവാഭരണങ്ങളുമായി 20-ന് പുലർച്ചെയാണ് രാജപ്രതിനിധി നാരായണവർമ്മ അദ്ദേഹം മല ഇറങ്ങുന്നത്. അതിനുശേഷം പെരുന്നാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ 21-ാം തീയതി ഈ തിരുവാഭരണങ്ങൾ അവിടുത്തെ അയ്യപ്പന് ചാർത്തിക്കൊണ്ട് ഭക്തർക്ക് ദർശനത്തിന് സൗകര്യമുണ്ട്. 22-ാം തീയതി ആറന്മുള കൊട്ടാരത്തിലും ഈ തിരുവാഭരണങ്ങൾ ഭക്തർക്ക് ദർശിക്കുവാനായിട്ടുള്ള സൗകര്യം ഉണ്ടാകും. 23-നാണ് തിരികെ പന്തളം കൊട്ടാരത്തിൽ തിരുവാഭരണങ്ങൾ എത്തുന്നത്. രാജകീയമായിട്ടുള്ള തിരുവാഭരണ ഘോഷയാത്ര അങ്ങനെ അയ്യപ്പ സ്വാമിയുടെ അല്ലെങ്കിൽ അയ്യപ്പന്മാരുടെ എല്ലാ പ്രാർത്ഥനകളും ഏറ്റുവാങ്ങി അങ്ങനെ കാനനപാതകളെല്ലാം താണ്ടി അങ്ങനെ ശബരിമലയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. 2-ാം ദിവസത്തെ യാത്രയാണ് വടശ്ശേരിക്കര ഇപ്പോൾ പിന്നിട്ടിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ രമേശ്.